നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. ഇപ്പൊ അറിയാം. ഹലോ, ഒന്ന് മാറുക ചേട്ടാ. വരുന്നു. നേരം വെളുത്തപ്പോ തെണ്ട ഇറങ്ങിയാണല്ലോ നീ. എവിടെ പോയി കിടക്കായിരുന്നു ഇതുവരെ? 1978 ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിന്റെ മുമ്പിലാണ്. അതിനെന്താ? അല്ല, അതിൻ്റെ 47 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഞാൻ ഉൾപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ദൗർഭാഗ്യമായ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നത്. അതിലധികം വളരെയധികം വിഷമമുണ്ട്. ആ കൂടിയുള്ളത് കുറച്ച് ആത്മാഭിമാനവും. അതിനകത്തിട്ട് അരി പറക്കാൻ വരണ്ട. അയ്യോ പാവം, കണ്ടില്ലേ? കുഴപ്പമില്ല, വിഷമിക്കണ്ട. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത്തരം പ്രസ് കോൺഫറൻസുകൾ നേരിടുന്ന ഒരാളല്ല. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കൊള്ളേണ്ട കൊണ്ടില്ലേ? എനിക്ക് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ. എനിക്കിത് ബാധകമൊന്നല്ലേ? പിടിയില്ലാത്ത കാര്യങ്ങളെ പറ്റി ആധികാരികമായി സംസാരിക്കരുത്. ശരിയാണ് സാർ. നിനക്കൊക്കെ വേണ്ടി അതും ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്ന സത്യങ്ങളും എൻ്റെ ശരിയും എൻ്റെ യുക്തിയും എൻ്റെ ബുദ്ധിയുമാണ്. വേണ്ട പെരുമാളെ, അങ്ങനെ സുഖിപ്പിക്കണ്ട. അതുകൊണ്ട് എന്നോട് വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? നൈസായിട്ടങ്ങ് സ്ലിപ്പ് ആയല്ലേ? പിന്നെ ഞാൻ എന്ത് വേണം? തന്ത്രപരമായിട്ടാണ് അവൻ കളിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയല്ലേ സാറേ? ഇനി ഞാൻ എന്ത് ചെയ്യും? ഒളിവിപ്പോണം. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. പിന്നെ കണ്ടതേ ഇല്ലല്ലോ. എവിടെയായിരുന്നു? ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ താനാരാ? എന്റെ സ്കൂൾ ടീച്ചറാ? നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ ഇല്ലായിരുന്നു. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു. ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? വെറുതെ സമയം കിടത്താൻ വേണ്ടി ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത്.